Next problem, for the given specifications, design an analog Butterworth filter 0.9 less than or equal to mod h of j omega less than or equal to 1 for 0 less than or equal to omega less than or equal to 0.2 pi. Mod of h of j omega is less than or equal to 0.2 for 0.4 pi less than or equal to omega less than or equal to pi. ഇവിടെ നമുക്ക് ഡിജിറ്റൽ അല്ല അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. സോ അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഫിൽട്ടറിന്റെ സ്പെസിഫിക്കേഷൻസും ആണ് തന്നിരിക്കുന്നത്. അനലോഗ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യണം, അതിന്റെ കറസ്പോണ്ടിങ് സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഡയഗ്രാം വരച്ച് നോക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, 0 to 0.2 പൈ വരെ, 0 to 0.2 പൈ വരെ, 0യിലാണ് മാക്സിമം മാഗ്നിറ്റ്യൂഡ് വരിക 1. ഇനി 0.2 പൈയിൽ എന്ത് വരും, 0.9 വരും. 0.2 പൈയിൽ 0.9, 0.2 പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് 0.9. ഇനി പറഞ്ഞിട്ടുണ്ട് 0.4 പൈ ടു പൈ വരെ, 0.4 പൈ തൊട്ട് പിന്നെ പൈ വരെ. 0.4 പൈയിൽ തൊട്ട് പൈ വരെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. അതായത് 0.4 പൈയിൽ എന്ത് വരും, 0.2 വരും. പിന്നെ 0.4 പൈ തൊട്ട് അങ്ങോട്ട് ഉള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.2നേക്കാൾ കുറവായിരിക്കും. കാര്യം 0.4 പൈയിൽ 0.2, പിന്നീട് അങ്ങോട്ടുള്ള മാഗ്നിറ്റ്യൂഡ് എന്താണ് 0.2നേക്കാൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതാണ് ഇത് പാസ് ബാൻഡ് ഫ്രീക്വൻസി ഒമേഗ പി എന്ന് പറയുന്നത് ഏതാണ്, 0.2 പൈ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് ഗെയിൻ ആണ്, എന്തെന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗെയിൻ ആണ് എന്ത് 0.9. ഇനി അടുത്തത് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.4 പൈ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗെയിൻ ആണ് ഇതെന്ന് പറയുന്നത് 0.2 എന്ന് പറയുന്നത്. ഇത് പാസ് ബാൻഡ് ഫ്രീക്വൻസി, ഇത് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള റീജിയൻ ആണ് ട്രാൻസിഷൻ റീജിയൻ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് അറ്റന്വേഷൻ അല്ല തന്നിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് എന്താ തന്നിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗെയിൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ എ പി ഇസ് ഈക്വൽ ടു 0.9 കിട്ടി, എ എസ് ഇസ് ഈക്വൽ ടു 0.2 കിട്ടി, ഒമേഗ പി ഇസ് ഈക്വൽ ടു 0.2 പൈ കിട്ടി, ഒമേഗ എസ് ഇസ് ഈക്വൽ ടു 0.4 പൈ കിട്ടി. സോ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓർഡർ ഓഫ് ദ ഫിൽട്ടർ കണ്ടുപിടിക്കുക. ഈ 4 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡർ ഓഫ് ദ ഫിൽട്ടർ കണ്ടുപിടിക്കുക. സോ ഓർഡർ ഓഫ് ദി ഫിൽട്ടർ എ പിയും എ എസും ഉള്ള എക്സ്പ്രഷൻ എഴുതി ഓർഡർ ഓഫ് ദി ഫിൽട്ടറിന്, എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിന്റെ വാല്യൂ 3.34 കിട്ടി. ഹയർ ഇന്റിജർ തൊട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ n is equal to 4. ട്രാൻസ്ഫർ ഫംഗ്ഷൻ n is equal to 4ന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s എഴുതി is equal to 1 by n is equal to 4ന്റെ പോളിനോമിയൽ നമുക്കറിയാം. സോ അത് എഴുതി. ഇതെന്ന് പറയുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി 1 റേഡിയൻ പെർ സെക്കൻഡ് എടുത്തിട്ടുള്ള നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫർ ഫംഗ്ഷനും കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി കണ്ടുപിടിക്കുക. എ പി ഉള്ള എക്സ്പ്രഷൻ എടുത്തു, അതിൽ നിന്ന് ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി 0.24 പൈ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷന് അൺനോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുക. നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി 1 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അൺനോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുക, ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി 0.24 പൈലോട്ട് ആക്കുക. ഇനി നോർമലൈസ്ഡ് ലോ പാസ് ഫിൽട്ടറിന് അൺനോർമലൈസ്ഡ് ലോ പാസ് ഫിൽട്ടർ ആക്കാൻ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി, എസ് ബൈ ഒമേഗ സി, ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. നോർമലൈസ്ഡ് ലോ പാസ് ഫിൽറ്ററിന് അൺനോർമലൈസ്ഡ് ലോ പാസ് ഫിൽറ്റർ ആക്കാൻ. സോ ഇവിടെയും നമ്മൾ എഴുതി എച്ച് ഓഫ് എസിൽ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, എസ് ബൈ ഒമേഗ സി, എസ് ബൈ 0.24 പൈ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു എസ് ഉള്ളിടത്തെല്ലാം. ഇനി നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ആണ്. സോ ഇവിടെ ഈ ടേമിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എന്തെടുക്കാം, കോമൺ ആയിട്ട് ഈ ടേമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 0.24 പൈ ദ ഹോൾ സ്ക്വയർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മുകളിൽ 0.24 പൈ ദ ഹോൾ സ്ക്വയർ വരും. അതുപോലെ തന്നെ ഇവിടെയും ഇതിനകത്ത് നമുക്ക് 0.24 പൈ ഉണ്ട്, പൈ ദ ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മുകളിൽ വരും. സോ 0.24 പൈ ദ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞു വരും. അതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് 0.323 എന്ന് കിട്ടും. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എച്ച് ഓഫ് എസ് ഇതാണ്. സോ എന്ത് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അനലോഗ് ഫിൽട്ടറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അനലോഗ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, എച്ച് ഓഫ് എസ് കണ്ടുപിടിച്ച് നിർത്താം. ഡിജിറ്റൽ ഫിൽട്ടർ ആണെങ്കിൽ എച്ച് ഓഫ് എസ് വരെ കണ്ടുപിടിച്ചാൽ പോരെ, എന്തും കണ്ടുപിടിക്കണം, എച്ച് ഓഫ് ഇസഡ് കൂടി കണ്ടുപിടിക്കണം. മിക്കവാറും എക്സാമിന് ചോദിക്കാറുള്ളത് ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ ചെയ്യാനാണ് കൂടുതൽ സമയം ചോദിക്കാറുള്ളത്. ഇവിടെ നോക്കിയാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the specification of a filter is given below. 0.8 less than or equal to mod h of omega less than or equal to 1
0 less than or equal to omega less than or equal to 0.2 pi. Mod of h of omega less than or equal to 0.2 for 0.6 pi less than or equal to omega less than or equal to pi. Design a Butterworth digital filter satisfying specifications using impulse invariant transformation. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഡിജിറ്റൽ ഫിൽട്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും ആരുടേതാണ്? ഡിജിറ്റൽ ഫിൽട്ടറിൻ്റെതാണ്. തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും ആരുടേതാണ്? ഡിജിറ്റൽ ഫിൽട്ടറിൻ്റെയാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം എന്താണ് 0 to 0.2 പൈ വരെ 0 to 0.2 പൈ വരെ 0യുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 1.2 പൈന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 0.2 പൈന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് 0.8. 0.2 പൈന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് 0.8. അടുത്ത 0.6 പൈ ടു പൈ 0.6 പൈ 0.6 പൈയിൽ എന്താണ്? 0.2. 0.6 പൈ തൊട്ട് പിന്നെ പൈ വരെ എന്തായിരിക്കും? 0.2നേക്കാൾ കുറവായിരിക്കും മാഗ്നിറ്റ്യൂഡ്. സോ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? 0.2 പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ എഴുതാം? 0.8 എഴുതാം. 0.6 പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരെ എഴുതാം? 0.2 എഴുതാം. സോ ഇതിൽ നിന്ന് എന്ത് പറയാം? പാസ് ബാൻഡ് ഫ്രീക്വൻസി 0.2 പൈ, സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി 0.6 പൈ, പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് 0.8, സ്റ്റോപ്പ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് 0.2. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ്, അതായത് ഈ പറയുന്ന ഫ്രീക്വൻസി ഒമേഗ പി, ഒമേഗ എസ്, സ്മോൾ ഒമേഗ പി, സ്മോൾ ഒമേഗ എസ്, ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഡിജിറ്റൽ ഫിൽട്ടർ സ്പെസിഫിക്കേഷൻസിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഫിൽട്ടർ സ്പെസിഫിക്കേഷൻസ് കണ്ടുപിടിക്കുക. അതായത് ഡിജിറ്റൽ ഫ്രീക്വൻസീസിന്ന് എന്ത് കണ്ടുപിടിക്കണം? അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് അനലോഗ് ഫിൽട്ടറിനെ ഡിസൈൻ ചെയ്യണം. പിന്നെ അനലോഗ് ഫിൽട്ടറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡിജിറ്റൽ ഫിൽട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് ഇവർ പറയുന്നുണ്ട്? ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ്. സോ ഇപ്പൊ തന്നിരിക്കുന്നത് ഡിജിറ്റൽ ഫിൽട്ടർ സ്പെസിഫിക്കേഷൻസ്. ഇതിനകത്ത് എപിയും എസും അതേ വാല്യൂ തന്നെ ആയിരിക്കും. മാറാൻ പോകുന്നത് ഈ ഡിജിറ്റൽ ഫ്രീക്വൻസീസിന്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? AP 0.8, AS 0.2, ഡിജിറ്റൽ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. സ്മോൾ ഒമേഗ പി 0.2 പൈ റേഡിയൻ പെർ സെക്കൻഡ്, ഒമേഗ എസ് 0.6 പൈ റേഡിയൻ പെർ സെക്കൻഡ്. ഇനി എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു? ഇതിന്റെ കറസ്പോണ്ടിങ്, ഇതിപ്പോ ഡിജിറ്റൽ ഫിൽട്ടർ സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ ഡിജിറ്റൽ ഫ്രീക്വൻസീസിന്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കണം? അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. ഏത് മെത്തേഡാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? യൂസിങ് ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ. ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം ഡിജിറ്റൽ ഫ്രീക്വൻസിയും അനലോഗ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡിജിറ്റൽ ഫ്രീക്വൻസി സ്മോൾ ഒമേഗ ഇസ് ഈക്വൽ ടു അനലോഗ് ഫ്രീക്വൻസി ക്യാപിറ്റൽ ഒമേഗ ഇൻടു സാമ്പിളിംഗ് പീരീഡ് ക്യാപിറ്റൽ ടി. സോ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ അവർ തന്നിട്ടില്ല. സോ തന്നിട്ടില്ലെങ്കിൽ ടിയുടെ വാല്യൂ എന്തെടുക്കുക? 1 സെക്കൻഡ് എടുക്കുക. സോ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ 1 സെക്കൻഡ് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ടിയുടെ വാല്യൂ 1 സെക്കൻഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിജിറ്റൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു അനലോഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഒമേഗ പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഒമേഗ പി ഇൻറ്റു ടി, സ്മോൾ ഒമേഗ എസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഒമേഗ എസ് ഇൻറ്റു ടി, ലെറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പൊ എന്ത് കിട്ടും? ഒമേഗ പി ഡിജിറ്റൽ ഫ്രീക്വൻസി, ഡിജിറ്റൽ പാസ് ബാൻഡ് ഫ്രീക്വൻസി ഈസ് equal to analog pass band frequency, digital stop band frequency is equal to analog stop band frequency. അപ്പോൾ നമുക്ക് ഇതേ വാല്യൂസ് തന്നെ എടുക്കാം. ഇത് ഏത് മെത്തേഡാണ്? ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ്. അതിന്റെ റിലേഷൻ എഴുതുക, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവർ തന്നിട്ടില്ലെങ്കിൽ എളുപ്പത്തിന് ടി ഈസ് ഈക്വൽ ടു എന്തെടുക്കുക? 1 സെക്കൻഡ് എടുക്കുക. അപ്പൊ രണ്ട് വാല്യൂസ് ഈക്വൽ ആയിട്ട് കിട്ടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? എസും എ പിക്കും മാറ്റമില്ല, എസും എ പിയും കിട്ടി. അതുകൂടാണ്ട് അനലോഗ് ഫ്രീക്വൻസീസും കിട്ടി. ആ കിട്ടിയ വാല്യൂസ് എല്ലാം തമ്മിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടും 1.71. അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഹയർ ഇൻഡിജർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? n is equal to 2. n is equal to 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതണം. സോ h of s is equal to 1 by n is equal to 2ന്റെ പോളിനോമിയൽ ഏതാണ്? s square plus root 2s plus 1 നമുക്കറിയാം. സോ അതുകൊണ്ട് h of s is equal to 1 by s square plus root 2s plus 1. ഇതെന്ന് പറയുന്നത് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഇതിനെ എന്താക്കി മാറ്റണം? അൺനോർമലൈസ്ഡ് ആക്കണം. അതിന് ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. സോ ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി 0.231 പൈ കിട്ടി. അത് കഴിഞ്ഞാൽ എന്താണ് സ്റ്റെപ്പ്? ലോ പാസ് ഫിൽട്ടറിന് നോർമലൈസ്ഡിനെ അൺനോർമലൈസ്ഡ് ലോ പാസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? എസ് ഉള്ളിടത്തെല്ലാം എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷനിൽ എസിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി നമുക്ക് ഈ ആൻസർ ഇതുപോലെ കിട്ടും.
ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എച്ച് എ ഓഫ് എസ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് യൂസ് ചെയ്യണം. എ ബൈ എസ് മൈനസ് പി വൺ പ്ലസ് ബി ബൈ എസ് മൈനസ് പി ടു അല്ലെങ്കിൽ C1 എയോ ബിയോ അല്ലെങ്കിൽ C1 by S minus P1 plus C2 by S minus P2 ആ ഫോമിൽ ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ S minus P1 വാല്യൂ ഇത് കിട്ടും, S minus P2 വാല്യൂ ഇത് കിട്ടും, C1 ഉം C2 ഉം കിട്ടും. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ചെയ്ത് നോക്കുക. അപ്പൊ C1 ന്റെ C2 ന്റെ വാല്യൂസ് കിട്ടും, P1 ഉം P2 ഉം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? H of Z ആക്കാൻ എങ്ങനെയാ? C1 അതുപോലെ 0.516j divided by S minus P1 അതെങ്ങനെ മാറും? 1 minus e raised to pk t e raised to pk എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോൾ ഏതാണ്? minus 0.51 minus j 0.51 into t ആണ് കയറിയത് into t z raised to minus 1 minus അടുത്ത C2 by 1 minus e raised to p2t 1 minus e raised to p2 ന്റെ വാല്യൂ എന്താണ് ഇവിടെ? minus 0.51 plus j 0.51 into t z raised to minus 1. ഇനി t യുടെ വാല്യൂ 1 സെക്കൻഡ് എടുക്കുക. t യുടെ വാല്യൂ 1 സെക്കൻഡ് എടുത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടും, h of z. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു. അതിൽ ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ആയതുകൊണ്ട് ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീട് ഈ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ n കണ്ടുപിടിച്ചു. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s കണ്ടുപിടിച്ചു. പിന്നെ ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി കണ്ടുപിടിച്ചു. എന്നിട്ട് അൺനോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ HA of S കിട്ടി, S കണ്ടുപിടിച്ചു. എസിന് പകരം S by ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട്. ഇനി HA of S കിട്ടിയാൽ അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? H of S കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്? ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് യൂസ് ചെയ്തു. Next question, design a digital Butterworth filter satisfying the constraints 0.707 less than or equal to mod of h of e raised to j omega less than or equal to 140 less than or equal to omega less than or equal to pi by 2. Mod of h of e raised to j omega less than or equal to 0.24 for 3 pi by 4 less than or equal to omega less than or equal to pi. So ഇവിടെയും AP മേസും ആണ് തന്നിരിക്കുന്നത്. ആൽഫ പി ആൽഫ എസ് അല്ല, AP മേസും ഒമേഗ പി ഒമേഗ എസും ഒക്കെയാണ് തന്നിരിക്കുന്നത്. ഇവിടെയും ഡിജിറ്റൽ ഫിൽട്ടർ ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. സോ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും ആരുടേതാണ്? ഡിജിറ്റൽ ഫിൽട്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അതിവിടെ എടുത്ത് എഴുതി വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം എന്താണ് 0 to pi by 2. 0 to pi by 2 വാല്യൂ എന്താണ്? 0.707 to 1. അപ്പം pi by 2 ആണ് നമ്മളുടെ പാസ് ബാൻഡ് ഫ്രീക്വൻസി. കറസ്പോണ്ടിങ് AP യുടെ വാല്യൂ 0.707. അടുത്തത് 3 pi by 4 to pi 3 pi by 4 to pi 0.2. സോ 3 pi by 4 കറസ്പോണ്ടിങ് വാല്യൂ 0.2. അപ്പൊ AP യുടെ വാല്യൂ 0.707 എന്ന് കിട്ടും, ASന്റെ വാല്യൂ 0.2 എന്ന് കിട്ടും. ഒമേഗ പി പാസ് ബാൻഡ് ഫ്രീക്വൻസി pi by 2, ഒമേഗ എസ് 3 pi by 4 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നിരിക്കുന്ന എല്ലാം ഏത് ഫ്രീക്വൻസീസ് ആണ്? ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആണ്. സോ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടിയുടെ വാല്യൂ ഒരു 1 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ APയും ASും മാറത്തില്ല. മാറാൻ പോകുന്ന ഡിജിറ്റൽ ഫ്രീക്വൻസീസിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? അനലോഗ് ഫ്രീക്വൻസീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഡിജിറ്റൽ ഫ്രീക്വൻസീസിന് അനലോഗ് ഫ്രീക്വൻസീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ഇവിടെ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്. So bilinear transformation method analog frequency capital omega is equal to 2 by t tan digital frequency by 2. ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇത് അനലോഗ് ഫ്രീക്വൻസി, ഇതേതാണ് ഡിജിറ്റൽ ഫ്രീക്വൻസി. ഇതിനകത്ത് ടിയുടെ വാല്യൂ 1 സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? 2 tan omega by 2 എന്ന് പറഞ്ഞ് എഴുതാം. സോ ഒമേഗ പി അനലോഗ് പാസ് ബാൻഡ് ഫ്രീക്വൻസി ഒമേഗ പി is equal to 2 tan ഡിജിറ്റൽ ഫ്രീക്വൻസി എടുക്കണം. സോ ഒമേഗ പി ബൈ 2. ഒമേഗ പിയുടെ വാല്യൂ ഇവിടെ എന്താണ്? ഡിജിറ്റൽ വാല്യൂ ഏതാണ്? പൈ ബൈ 2. സോ പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 tan പൈ എന്ന് പറഞ്ഞ് കിട്ടും. അല്ല, 2 tan പൈ ബൈ 4 എന്ന് പറഞ്ഞ് കിട്ടും. 2 tan പൈ ബൈ 4. tan പൈ ബൈ 4 1. സോ എന്ത് കിട്ടും? 2 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത ഒമേഗ എസ് is equal to 2 tan ഒമേഗ എസ് ബൈ 2. ഒമേഗ എസിന്റെ വാല്യൂ എന്താണ്? 3 പൈ ബൈ 4 ആണ്.
So ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഒമേഗ എസ് ഇസ് ഈക്വൽ ടു 4.828 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയും. അപ്പൊ ഈ π/2 3π/2 π/4 എന്ന് പറയുന്നത് ഏതായിരുന്നു? ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആയിരുന്നു. അതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഫ്രീക്വൻസീസ് നമുക്ക് എന്ത് കിട്ടി? 2 റേഡിയൻ പെർ സെക്കൻഡും 4.828 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മൾ സാധാരണ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാറുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 0.707 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഈ ഇവിടുത്തെ പാസ് ബാൻഡ് ഫ്രീക്വൻസി തന്നെ ആയിരിക്കും ഇവിടുത്തെ എന്തും കട്ട് ഓഫ് ഫ്രീക്വൻസി. അതായത് നിങ്ങൾക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 റേഡിയൻ, പാസ് ബാൻഡ് ഫ്രീക്വൻസി എന്താണ്? 2 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. സോ അത് തന്നെ ആയിരിക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ടും കിട്ടാൻ പോകുന്നത്. ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കണമെന്നില്ല, ഇക്വേഷൻ യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. സോ API ASI നമ്മുടെ ഡിജിറ്റൽ ഫ്രീക്വൻസീസിന്റെ കറസ്പോണ്ടിങ് അനലോഗ് ഫ്രീക്വൻസീസ് നമുക്ക് കിട്ടി. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സാധാരണ എപ്പോഴും തെറ്റിക്കാറുള്ളത് ഇവിടെ അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഡിജിറ്റൽ ഫ്രീക്വൻസീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യും. സോ എപ്പോഴും ഓർക്കുക, ഡിജിറ്റൽ ഫ്രീക്വൻസീസിന് ആദ്യം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആണെങ്കിൽ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാനായിട്ട് ഏത് മെത്തേഡാ യൂസ് ചെയ്യേണ്ടുള്ളതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇമ്പൾസ് ഇൻവേരിയന്റ് ആണോ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ? സോ അത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് അനലോഗ് ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചു, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ കിട്ടിയത് 4.828 ഉം 2. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? 1.803. നെക്സ്റ്റ് ഹയർ ഇൻഡിജർ n is equal to 2. ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടുത്തെ പാസ് ബാൻഡ് ഫ്രീക്വൻസി സെയിം ആയിരുന്നു. സോ വാല്യൂ 2 റേഡിയൻ പെർ സെക്കൻഡ് ആണ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അഥവാ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലെങ്കിൽ കൂടി ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ഒമേഗ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2/AP യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 2 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് തന്നെ കിട്ടും. So normalized transfer function എഴുതി. n is equal to 2 ന്റെ corresponding normalized transfer function എന്താണ്? h of s is equal to 1/s square plus root 2 s plus 1. പിന്നെ ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു 2 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അൺനോർമലൈസ് ചെയ്യണം. h of s ന്ന് h a of s കണ്ടുപിടിക്കുക. അതിന് s ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? s by omega c കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ s by 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ s by 2 കൊണ്ട് റീപ്ലേസ് ചെയ്തു. മുകളിൽ താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/s square plus 4 into root 2 എന്ന് പറഞ്ഞിട്ട്, സോ 2.828 s plus 4 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇതാണ് നമ്മളുടെ HA of s. ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, നമുക്ക് ഡിജിറ്റൽ ഫിൽട്ടർ ആണ്. സോ HA of s നെ എന്താക്കി മാറ്റണം? h of z ആക്കി മാറ്റണം. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട്. HA of s നെ h of z ആക്കാൻ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ എന്ത് ചെയ്താൽ മതി? s ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2/t into 1 minus z raised to minus 1/1 plus z raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. HA of s നമുക്ക് കിട്ടിയിരുന്നു. അതിനകത്ത് ഇതിനെ HA of s നെ h of z ആക്കാൻ വേണ്ടിയിട്ട് s ഉള്ളിടത്തെല്ലാം ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ആയതുകൊണ്ട് s ഉള്ളിടത്തെല്ലാം ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ റീപ്ലേസ് ചെയ്തു. ഫൈനലി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആൻസർ കിട്ടും. എക്സാമിന് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും സിംപ്ലിഫൈ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, പറ്റുന്നിടത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം, സമയം കളയാതെ. Next question, design a digital Butterworth low pass filter using bilinear transformation to meet the following specifications. Pass band edge frequency 200 Hz, stop band edge frequency 600 Hz, pass band attenuation 1 dB, stop band attenuation 15 dB and sampling frequency 2000 Hz. ഇവിടെ നമുക്ക് ഗെയിൻ അല്ല തന്നിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് ഗെയിൻ ഒന്നും അല്ല തന്നിരിക്കുന്നത്, അറ്റന്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം അറ്റന്വേഷൻ ഉള്ള ഇക്വേഷൻസ് എടുക്കണം. ഇനി ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും ഡിജിറ്റൽ ബട്ടർവർത്ത് ലോ പാസ് ഫിൽട്ടർ ആണ്. ഡിജിറ്റൽ ലോ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ പറയുന്നത് കൊണ്ട് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസും എന്താണ്? ഡിജിറ്റൽ ഫിൽട്ടറിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്, ഡിജിറ്റൽ ഫ്രീക്വൻസീസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഫ്രീക്വൻസീസ് എല്ലാം തന്നിരിക്കുന്നത് ഹെഡ്സിലാണ്. സോ അതിനെ എപ്പോഴും എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? റേഡിയൻ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൂടാതെ സാമ്പിളിംഗ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് 2000 ഹെഡ്സ്. സോ ആൽഫ പി എടുത്ത് എഴുതാം. പാസ് ബാൻഡ് അറ്റനുവേഷൻ ആൽഫ പി 1 dB. അറ്റനുവേഷൻ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ട് തന്നെ എഴുതണം, അഥവാ അവർ നെഗറ്റീവ് ആയിട്ട് തന്നാൽ പോസിറ്റീവ് വാല്യൂ ആയിട്ട് തന്നെ എഴുതണം. ആൽഫ പി is equal to 1 dB. ആൽഫ എസ് is equal to 15 dB. സാമ്പിളിംഗ് ഫ്രീക്വൻസി FSF is equal to 2000 ഹെഡ്സ്.
സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്നാൽ സാമ്പിളിംഗ് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? 1/f. t is equal to 1/fsf വെച്ചിട്ട് സാമ്പിളിംഗ് പീരീഡ് കണ്ടുപിടിക്കാം. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആണ്, അതുകൊണ്ടാണ് സ്മോൾ ഒമേഗ യൂസ് ചെയ്തത്. സോ ഒമേഗ പി is equal to റേഡിയൻ പെർ സെക്കൻഡിലോട്ട് ആക്കണം ഹെഡ്സിനെല്ലാം. അപ്പോൾ എങ്ങനെയാണ്? 2π into fp in hertz divided by sampling frequency. അപ്പോൾ 2π into 200 divided by sampling frequency എത്രയാണ്? 2000. അപ്പോൾ നമുക്ക് 0.2π റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി, ഇതും ഡിജിറ്റൽ ഫ്രീക്വൻസി ആണ്. ഒമേഗ എസ് is equal to 2π into 600 divided by sampling frequency 2000. അപ്പോൾ എന്ത് കിട്ടി? 0.6π റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ അറ്റനുവേഷൻ ഇതെല്ലാം തന്നിരിക്കുന്ന ഈ സ്പെസിഫിക്കേഷൻസ് എല്ലാം ആരുടേതാണ്? ഡിജിറ്റൽ ഫിൽറ്ററിന്റേതാണ്. ഇനി ഈ തന്നിരിക്കുന്ന നമുക്ക് മാറ്റാനുള്ളത് ഏതാണ്? അനലോഗ് ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസിലോട്ട് മാറ്റണം. അതായത് ഈ രണ്ട് ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് മാറ്റണം. ഏത് മെത്തേഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? ഏതാണ്? ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് മാറ്റണം. സോ ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനായിട്ട് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ അനലോഗ് ഫ്രീക്വൻസിനെയും ഡിജിറ്റൽ ഫ്രീക്വൻസിനെയും തമ്മിലുള്ള റിലേഷൻ എഴുതി. ഒമേഗ is equal to 2πt tan small omega by 2. ഇത് ഡിജിറ്റൽ ഫ്രീക്വൻസി, ഇതേതാണ് അനലോഗ് ഫ്രീക്വൻസി. ഇനി ഇവിടെ ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ 1 സെക്കൻഡ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാര്യം സാമ്പിളിംഗ് പീരീഡ് അല്ല അവർ തന്നിരിക്കുന്ന, സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ്. അപ്പൊ സാമ്പിളിംഗ് പീരീഡ് t is equal to 1 by sampling frequency, that is equal to 1 by 2000, 5 into 10⁻⁻⁴ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഒമേഗ പി കണ്ടുപിടിക്കുകയാണ്, അതായത് പാസ് ബാൻഡ് അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. ഒമേഗ പി is equal to 2 by ടിയുടെ വാല്യൂ tan കറസ്പോണ്ടിങ് ഡിജിറ്റൽ പാസ് ബാൻഡ് ഫ്രീക്വൻസി എന്തായിരുന്നു? 0.2π ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് അനലോഗ് പാസ് ബാൻഡ് ഫ്രീക്വൻസി കിട്ടി 1299.68 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അനലോഗ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി ആണ്, അതിനായിട്ട് ഡിജിറ്റൽ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി 0.6π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 5505.53 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കിട്ടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എസും ആൽഫ പിക്ക് മാറ്റമില്ല, അറ്റനുവേഷൻ വാല്യൂസ് അതുപോലെ. ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ എന്താക്കി മാറ്റി? അനലോഗ് ഫ്രീക്വൻസീസ് ആക്കി മാറ്റി. ഇനി ഈ 4 വാല്യൂസും വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ആൽഫ എസും ആൽഫ പിയും ഉള്ള എക്സ്പ്രഷൻ എടുക്കുക. എ പിയും എസും ഉള്ള എക്സ്പ്രഷൻ അല്ല, ആൽഫ എസും ആൽഫ പിയും ഉള്ള എക്സ്പ്രഷൻ എടുത്തു. ഓർഡർ ഓഫ് ദ ഫിൽട്ടർ എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ 1.653 അപ്രോക്സിമേറ്റ് നെക്സ്റ്റ് ഹയർ ഇന്റിജറിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ n is equal to 2. So n is equal to 2 ന്റെ corresponding normalized transfer function എഴുതാണ്. h of s is equal to 1 by n is equal to 2 ന്റെ polynomial എന്താണ്? s square plus root 2 s plus 1. ഇതെന്ന് പറയുന്നത് നോർമലൈസ്ഡ്. ഇതിനെ അൺനോർമലൈസ്ഡ് ആക്കണം. അതിന് ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. സോ ഒമേഗ സി is equal to ആൽഫ വരുന്ന എക്സ്പ്രഷൻ എഴുതി, എ പി അല്ല ഇവിടെ, ആൽഫ പി വരുന്ന എക്സ്പ്രഷൻ എഴുതി. സോ ഫൈനലി ആൻസർ എന്ത് കിട്ടി? 1821.98 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിനെ ലോപ്പാസിന് നോർമലൈസ്ഡ് ലോപ്പാസിന് അൺനോർമലൈസ്ഡ് ലോപ്പാസ് ആക്കാൻ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ നോർമലൈസ്ഡിന് അൺനോർമലൈസ്ഡ് ആക്കാൻ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? എസ് ബൈ ഒമേഗ സി. ഒമേഗ സിയുടെ വാല്യൂ ഇത്. സോ എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എക്സ്പ്രഷൻ കിട്ടും, എച്ച് ഐ ഓഫ് എസ്. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഡിജിറ്റൽ ഫിൽട്ടർ ആണ്. സോ ഇതിന് എച്ച് ഐ ഓഫ് എസിന് എന്തോ ആക്കണം? എച്ച് ഓഫ് ഇസഡ് ആക്കി മാറ്റണം. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് എച്ച് ഐ ഓഫ് എസിന് എച്ച് ഓഫ് ഇസഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? എസ് ഉള്ളിടത്തെല്ലാം 2/t into 1 minus z raised to -1 by 1 plus z raised to -1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ കിട്ടിയ എക്സ്പ്രഷനിൽ എസിന് പകരം എല്ലാം ഈ വാല്യൂ കൊണ്ട്, ഈ എക്സ്പ്രഷൻ കൊണ്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടും. അപ്പൊ ഇതിനകത്തെല്ലാം ചെയ്തത് എന്താണ്? ഫസ്റ്റ് ഡിജിറ്റൽ ഫിൽട്ടർ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഡിജിറ്റൽ ഫിൽട്ടർ അനലോഗ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാനും അനലോഗ് ഫിൽട്ടറിന്റെ സ്പെസിഫിക്കേഷൻസും ആണെങ്കിൽ ഇത്രയും ചെയ്യണ്ട. ഡിജിറ്റൽ ഫിൽട്ടർ ആണ് ഡിസൈൻ ചെയ്യാൻ പറയുന്നതെങ്കിൽ തന്നിരിക്കുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസീസ് ആണ്. ആദ്യം ഈ ഡിജിറ്റൽ ഫ്രീക്വൻസീസിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ആണെങ്കിൽ ആ റിലേഷൻ യൂസ് ചെയ്യുക, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ആ റിലേഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് അനലോഗ് ഫ്രീക്വൻസീസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഓർഡർ ഓഫ് ദ ഫിൽട്ടർ കണ്ടുപിടിക്കാൻ. ഡിജിറ്റലിന്റെ സ്പെസിഫിക്കേഷൻസ് എടുത്തിട്ട് കൊടുത്ത് ചെയ്യരുത്. അനലോഗ് ഫ്രീക്വൻസീസ് ആക്കിയിട്ട് അത് വെച്ചിട്ട് ഓർഡർ ഓഫ് ദ ഫിൽട്ടർ കണ്ടുപിടിക്കുക. പിന്നെ അത് വെച്ചിട്ട് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കുക. പിന്നെ ഒറിജിനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് അൺനോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഐ ഓഫ് എസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? ലോ പാസ് ആവുമ്പോൾ എസിന് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ലോ പാസ് ആവുമ്പോൾ എടുത്തു പറയാൻ കാരണം ഹൈ പാസ് ആണെങ്കിൽ എസ് ബൈ ഒമേഗ സി അല്ല, ഒമേഗ സി ബൈ എസ് ആണ്.
അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഇപ്പോൾ പ്രോബ്ലം ചെയ്തതെല്ലാം ലോ പാസ് ആണ്. സോ ലോ പാസിന് നോർമലൈസ്ഡ് ലോ പാസിന് അൺനോർമലൈസ്ഡ് ലോ പാസ് ആക്കാൻ എന്ത് ചെയ്യണം? എസ് ഉള്ളിടത്തെല്ലാം എസ് ബൈ ഒമേഗ സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് എച്ച് എ ഓഫ് എസ് കിട്ടും. എച്ച് എ ഓഫ് എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് എന്താണ്? എച്ച് എ ഓഫ് എസിന്ന് എച്ച് ഓഫ് എസ് കണ്ടുപിടിക്കുക. ഇമ്പൾസ് ഇൻവേരിയന്റ് മെത്തേഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. ബൈലീനിയർ ആണെങ്കിൽ എസ് ഉള്ളിടത്തെല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി? 2/t into 1 minus s raised to minus 1 by 1 plus s raised to minus 1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഇനി അടുത്ത ലെക്ചറിൽ നമുക്ക് ഇപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം ലോ പാസ് ഫിൽറ്ററിന്റെ ഡിസൈൻ ആയിരുന്നു. ഹൈ പാസും ബാൻഡ് പാസും ഒക്കെ നെക്സ്റ്റ് ലെക്ചറിൽ നോക്കാം.